പറ്റൂ. ചേട്ടാ ചേട്ടത്തി ഞാൻ കാവ്യക്കൊന്നും സംഭവിക്കാൻ പാടില്ല. കാവ്യ കാവ്യ കൈതാ. കാവ്യ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും പറ്റില്ലല്ലോ? ഓക്കെയില്ലേ? എവിടെയെങ്കിലും പൊള്ളിയോ? എല്ലാം ഓക്കെയാണോ? നീ ഓക്കെയാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആരോ ആരോ നീ 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 സ്വയം എഴുന്നേറ്റോ? മോനെ ഇട മോനെ, ഇത് അത്ഭുതമായല്ലോ, അതിശയമായല്ലോ. ഇതിനു വേണ്ടിയല്ലേ ഇത്രയും കാലമായി ഞാൻ കാത്തിരുന്നത്. ഒടുവിൽ ഇത് സംഭവിച്ചു. എന്റെ മോൻ ഇതാ സ്വയം എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടില്ലേ? കൊള്ളാം മോനെ, ഇതിനു വേണ്ടി ഞാൻ കാത്തിരുന്നത്. അച്ഛന് ഒരുപാട് സന്തോഷമായി. ഈ സന്തോഷത്തിന് ഒരു ഗംഭീര പാർട്ടി അറേഞ്ച് ചെയ്യാം. ഒരു ഗംഭീര പാർട്ടി. മോനെ, എന്റെ പൂന്റെ മോനെ, അച്ഛന് സന്തോഷമായിടാ. നിങ്ങളുടെ കാര്യത്തിൽ എനിക്കും വളരെ സന്തോഷമുണ്ടായിരുന്നു സർ. നിങ്ങളിപ്പോൾ സ്വയം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇനി എന്നും ഇതുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കണം. ജീവിതത്തിൽ മുന്നേറിക്കൊണ്ട് നിൽക്കണം. ഇന്ന് ഞാൻ സ്വയം എഴുന്നേറ്റ് നിൽക്കുന്നു. അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. എല്ലാവരുടെ മുഖത്തും സന്തോഷം മാത്രം. ഇതിനെല്ലാം കാരണം നീ മാത്രമാണ് കാവ്യ. എന്നാലും ഒരു കാര്യം മനസ്സിലാകുന്നില്ല. ഇത്രയും വലിയ ആനയെ പോലെ ഒരു ഫ്രിഡ്ജ് ഇത്രയും ചെറിയ കോഴിക്കോട് പോലുള്ള ഒരു വീട്ടിൽ എങ്ങനെ കയറ്റും? ചേടാ, എല്ലാവരും കൂടി എങ്ങനെയെങ്കിലും കയറ്റി അകത്ത് വയ്ക്കും. അത് ശരിയാ, എങ്ങനെയെങ്കിലും കയറ്റി അകത്ത് വയ്ക്കാം. വരൂ വരൂ വാ മക്കളെ, എല്ലാരും വാ.
താഴെ വെക്കല്, മെല്ലെ. താഴെ വെക്കരുത്, പതുക്കെ, പതുക്കെ. ഓള് തട്ടരുത്. ചരിക്ക്, ചരിക്ക്. കിടത്തി എടുക്ക്. നേരെ പിടിക്കുക. പിടിക്കുക. മെല്ലെ കൊണ്ടുപോ പതുക്കെ. ചേട്ടാ ഒന്ന് സൂക്ഷിച്ചു പിടിക്കാം. ഇത് നടക്കുന്ന കാര്യമല്ല. ഈ മെല്ലെ വാതിൽ പിടിക്ക്. അകത്ത് പോവില്ല. ഒന്ന് താഴെ വെക്ക്. ഇവിടെ വെക്ക്. ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഇത് എങ്ങനെ അകത്ത് കൊണ്ടുപോകും? അതൊക്കെ കൊണ്ടുപോവാം, ഉറപ്പായിട്ടും കൊണ്ടുപോവാം. നിക്ക് അവിടെ നിക്ക്. ഇതിങ്ങനെ പോവില്ല. ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇവിടെ ഇടിക്കും. തിരിക്ക്, തിരിക്ക്. ശരി, ഒന്ന് തിരിക്ക്. അങ്ങോട്ട് തിരിക്ക്. അങ്ങനെ തിരിച്ചോ. അങ്ങനെ. യ്യോ, പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. സൂക്ഷിച്ച് പിടിക്ക്. ആ സൈഡ് മുട്ടാതെ പിടിക്ക്. അങ്ങോട്ട്. ആ, അതെ, സൂക്ഷിച്ച്. സൂക്ഷിച്ച്. മെല്ലെ പിടിക്ക്. 1 2 3. അയ്യോ. എന്തുപറ്റി? എന്തുപറ്റി? അത് വാതിൽ പൊളിഞ്ഞു. നീ തന്നെ വീട്ടിൽ കേറണ്ടെന്ന് പറഞ്ഞപ്പോ നീ ഈ വീടിന്റെ വാതിൽ തന്നെ പൊളിപ്പിച്ചോ? ഈ വീട് തന്നെ നശിപ്പിച്ചു. നിന്നേക്ക് എന്താ ചെയ്യണ്ടേ? നേരെ കൊണ്ടുവാ. ആ നേരെ നേരെ വാ. നേരെ പിടിക്ക്. അങ്ങനെ നേരെ നേരെ പതുക്കെ. ആ പുറകെ പുറകേക്ക് വാ. ആ, അയ്യോ, എന്തു പറ്റി? സ്വിച്ച് ബോർഡ് പൊട്ടിയതാ. അതും പൊട്ടി. നിക്ക് അയ്യോ, നിക്ക്. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. ഇവള് എന്ന് ഈ വീട്ടില് കാല് കുത്തിയോ അന്ന് മുതൽ നഷ്ടത്തിന്റെ നഷ്ടം. ആദ്യം ആ വാതിൽ പൊളിപ്പിച്ചു, ഇപ്പൊ ദേ സ്വിച്ച് ബോർഡും പൊളിഞ്ഞു. ഇനി എന്താ നിനക്ക് വേണ്ടേ? അത് സാരമില്ലമ്മേ. എന്തായാലും ഫ്രിഡ്ജ് വീടിനകത്തെത്തിയല്ലോ. പക്ഷെ ഇനി വാതിൽ എന്ത് ചെയ്യും? എടാ, ഇത്രയും വലിയ ഫ്രിഡ്ജാ പൊക്കിക്കൊണ്ട് വന്നേ. കറണ്ട് ബില്ല് ആരാ അടയ്ക്കാൻ പോകുന്നേ? നിന്റെ അച്ഛനാണോ? തലയിൽ വിവരം ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ആലോചിക്കില്ലായിരുന്നോ? ഇത് നിന്റെ അച്ഛന്റെ കൊട്ടാരമൊന്നും അല്ല. ഞങ്ങള് പാവപ്പെട്ടവരുടെ ചെറിയ കുടില. ഇത്രയും വലിയ ആന എവിടെ തളയ്ക്കാനാ? എന്റെ തലയിലാണോ? അതെ ചേട്ടത്തി, മതി. ഒന്ന് സമാധാനപ്പെട്. വീട്ടിലായാലും മനസ്സിലായാലും പുതിയ സാധനങ്ങൾക്ക് സ്ഥലം കണ്ടെത്തണം. ഉണ്ടായാലേ ഉണ്ടാകൂ. ഇതെവിടെയെങ്കിലും വെക്കാം, ടെൻഷൻ അടിക്കണ്ട. ശരി, വന്നേ, നമുക്കിത് അടുക്കളയുടെ ഭാഗത്ത് വെക്കാം. വരൂ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മൊത്തം ഫാമിലിയും വീണ്ടും ആഞ്ഞു പിടിച്ചോ ഐലസ മോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം വാതിൽ പൊളിഞ്ഞു, പിന്നെ സ്വിച്ച് ബോർഡ്. എല്ലാവരും സൂക്ഷിച്ചിരുന്നോ? ഞങ്ങൾ ഇനി അടുക്കള ഭാഗത്തേക്കാണ് വരുന്നത്. എന്റെ ഭഗവാനെ, സൂക്ഷിച്ച്. ഞാൻ അടുത്ത് എന്താ തൊലയ്ക്കാൻ പോകുന്നേ? ഇങ്ങോട്ട്, ഇങ്ങനെ വരട്ടെ. പതുക്കെ, പതുക്കെ. അയ്യോ. എന്റെ ഭഗവാനെ, അതും പോയി. എടി ഒരു പൊട്ടവളെ, മഹാ കള്ളി അവള്. നേരെ പിടിച്ചില്ല. നീ എവിടെയാടി നോക്കി നടക്കുന്നേ? എല്ലാരും പിടിക്കുമ്പോ നേരെ പിടിക്കണി. വേണ്ട അമ്മേ, വേണ്ട. അറിയാതൊരു അബദ്ധം പറ്റിയതാ. ഇനി ഇങ്ങനെ ശിക്ഷിക്കല്ലേ. ഈ മഹാറാണി പറഞ്ഞൊന്ന് ശ്രദ്ധിച്ച് കേട്ടതാ. അപ്പൊ കയ്യിന്ന് പിടി വിട്ടു. ശരി, ഇങ്ങോട്ട് വാ. ഇതിലേ വാ. വന്നേ, നേരെ വന്നേ. ഇങ്ങോട്ട്. ആ. റൈറ്റ് സൈഡിലേക്ക് വരൂ. അങ്ങനെ തന്നെ. അയ്യോ, ഇങ്ങോട്ട്. സോറി, ലെഫ്റ്റ്. അച്ഛാ സോറി, കുറച്ച് ലെഫ്റ്റ്. എന്താ ഈ പറയുന്നത് മോളെ? അയ്യോ, ലെഫ്റ്റും അല്ല, കുറച്ച് റൈറ്റിലേക്ക്. കുറച്ച് റൈറ്റ്. ആ ശരി, പിടിക്കോ. വിട്ടോ. ഇതാ വീണ്ടും ഫ്രിഡ്ജിന്റെ ഒരു കനത്ത പ്രഹരം. അതോടെ ഫാമിലി ഫോട്ടോ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എന്റെ ഭഗവാനെ, എത്ര കഷ്ടപ്പെട്ടിട്ടാ അനിയനെ സൂരജിനെ ഒപ്പം നിർത്തി ഈ ഫോട്ടോ എടുപ്പിച്ചതെന്ന് നിനക്ക് അറിയാമോ? അവസാനം നോക്കി, ഈ പെണ്ണിന്റെ കയ്യിലിരിപ്പ് കാരണം ആ നല്ലൊരു ഓർമ്മ നാശക്കോട്ടയായി മാറിയല്ലോ. ഫ്രിഡ്ജ് പിടിക്ക്. ആ വാ, ഇങ്ങോട്ട് കൊണ്ടുവാ. പതിയെ ചരിച്ചു വെക്കൂ. ആ ആ അയ്യോ മോനെ, അയ്യോ എന്താ മോനെ? എന്തേലും പറ്റിയോ? ഇത്രയും വലിയ ഫ്രിഡ്ജോ? സരളയുടെ അഭിമാനം ഉയർത്തിയല്ലോ ഈ പെണ്ണ്. ഇപ്പൊ തന്നെ എല്ലാരോടും പറയണം.
ഇങ്ങോട്ട് വന്നേ.